ഇതിൽ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടാണ്, അത് ആ രക്തസാക്ഷി കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. നേരിട്ടുള്ള ചോദ്യം ശരിക്കും ആരുടെ കയ്യിലേക്കാണ് ഈ പണം എത്തിയത്? രക്തസാക്ഷി ഫണ്ട് 2016 ജൂലൈ 11 ധനരാജ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം തന്നെ ഫണ്ട് പിരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. കാരണം പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ബാധ്യതയായി, ചുമതലയായി എല്ലാ കാലത്തും ഈ പാർട്ടി കാണുന്നതാണ്. അതിവിടെ മാത്രമല്ല എല്ലായിടത്തും. അപ്പോൾ 3 കാര്യങ്ങളാണ് അങ്ങനെ ഒരു ഫണ്ട് ആലോചിക്കുമ്പോൾ പാർട്ടി കണ്ടത്. ഒന്ന്, ആ കുടുംബത്തെ സഹായിക്കാനുള്ള കാശ് നിക്ഷേപിച്ച് നൽകുക എന്നുള്ളത്. 2, അവർക്കൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. 3, ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിലവുകൾ കുറച്ച് വരുമല്ലോ. പ്രോസിക്യൂഷനാണ്, ഗവൺമെൻറ്റാണ് എങ്കിലും അപ്പോൾ അതിന് പുറമെ ചില ചിലവുകളിലൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നമുക്ക് നിശ്ചയിക്കേണ്ടി വരും. അപ്പോൾ ആ നിലയിൽ കേസിൻ്റെ ചിലവുകളും നിർവഹിക്കുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് പിരിച്ചത്. അതിൽ ഈ 2017 കരിവള്ളൂർ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഈ ധനസഹായം നൽകി അതിൻ്റെ ചിലവ് കണക്കൊക്കെ, വരവ് ചിലവ് കണക്കൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം വീട് നിർമ്മാണം പിന്നീടാണ് നടക്കുന്നത്. ആ സമ്മേളന റിപ്പോർട്ടിൽ അവതരിപ്പിച്ച കണക്കിൽ തന്നെ വരവിൽ പിന്നീട് ഇപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 10 ലക്ഷത്തിൻ്റെ കുറവ് ആ വരവിലുണ്ടായി. പിന്നീട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്ക് 2021 അവതരിപ്പിക്കുന്നത്. അതിലും യഥാർത്ഥ ചെലവിൽ കൂടുതൽ ചെലവ് കാണിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതാണ് ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഒരു പാർട്ടിക്കാരനും വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ സന്നദ്ധമാകാത്തതാണ് ഈ പാർട്ടി. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഈ പാർട്ടി കാണുന്നത്. പക്ഷേ ആ ഫണ്ടിൽ പോലും കൃത്രിമം കാണിക്കാൻ തയ്യാറായി എന്നതാണ് ഏറെ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം. ഇത് ഒറ്റപ്പെട്ട ഒരു കേസാണെന്ന് തോന്നുന്നുണ്ടോ? ഒറ്റപ്പെട്ട കേസല്ല. സാധാരണഗതിയിൽ ആർക്കും തെറ്റുപറ്റാം. അങ്ങനെ വരുമ്പോൾ തിരുത്താനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ആരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഒരേ സമയത്ത് വന്ന ഈ 3 കാര്യങ്ങളും അതിൽ 3ലും കൃത്രിമം നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രക്തസാക്ഷി ഫണ്ട് അതിനകത്ത് ഏകദേശം എത്ര രൂപ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കുഞ്ഞുവിഷാട്ടം മനസ്സിലാക്കിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി 35 ലക്ഷം രൂപ വകമാറ്റി എന്നതാണ് അവതരിപ്പിച്ച കണക്ക്. അങ്ങനെ വകമാറ്റേണ്ടി വരുമ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞ് കമ്മിറ്റി ചർച്ച ചെയ്ത് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ പാടുള്ളൂ. പക്ഷെ ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഇങ്ങനെ കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് തികയില്ല എന്നും തൽക്കാലം ഈ ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റണം എന്നും ആവശ്യപ്പെടുകയോ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഈ 2021 ഈ കണക്ക് ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മനസ്സിലാക്കുന്നത്. എത്ര രൂപയാണ് ധനരാജ് ഫണ്ടായിട്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഏതാണ്ട് 1 കോടിയുടെ അടുത്ത്. 1 കോടി. അതിനകത്ത് 35 ലക്ഷം രൂപയാണോ കുറവ് എന്നതായിട്ട്? അല്ല. ഈ ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 51 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഈ 35 ലക്ഷം കെട്ടിട നിർമ്മാണത്തിലേക്ക് വകമാറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അതേറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി 40 ലക്ഷമായി വർദ്ധിപ്പിച്ചു. ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിലേക്ക് മാറ്റിയത് 40 ലക്ഷമാണ് എന്ന് ജില്ലാ കമ്മിറ്റി പറയുകയാണ്. ഈ കണക്ക് അവതരിപ്പിച്ചവർ 35 ലക്ഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഈ 40 ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ച് ധനരാജ് ഫണ്ടിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ബാക്കി വരുന്ന 51 ലക്ഷവും ഈ കൊടുക്കാൻ ബാധ്യതയുള്ള
40 ലക്ഷവും കൂടി 91 ലക്ഷം റുപ്യ ഈ 2 ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ കുടുംബത്തിന് എത്ര ലക്ഷം രൂപ കൊടുത്തേ? കുടുംബത്തിന് 18 ലക്ഷം രൂപ. ആ കുടുംബം ആകെ 18 ലക്ഷം രൂപ കൊടുത്തു. അതിന് പുറമെ വീട് നിർമ്മാണത്തിനുള്ള സഹായമായിട്ട് 18 ലക്ഷം രൂപ മാത്രമേ. അതെ, അമ്മയുടെ പേരിൽ, 2 കുട്ടികളുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ, ഈ 4 പേരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നൽകിയത് 18 ലക്ഷം രൂപ. ഈ വകമാറ്റി ചെലവിട്ടതും അല്ലെങ്കിൽ അടിച്ചു മാറ്റിയതുമായിട്ടുള്ള തുക വ്യക്തിഗതമായിട്ടാണോ പോയത്, അല്ല എന്തെങ്കിലും കൂട്ടായിട്ടുള്ള ആരെങ്കിലും ആണോ എടുത്തിരിക്കുന്നത്? ഒരാൾ എന്നുള്ള കണക്ക് കൂട്ടൽ എനിക്കില്ല. അതിൽ ചിലരല്ല അല്ല അതിൽ അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിനും പങ്കുണ്ട്. ഈ ടി ഐ മധുസൂദൻ എന്താണ് അതിൽ കൃത്യമായ പങ്ക് എന്താണ്, എങ്ങനെയാണ്? TI മധുസൂദൻ്റെ കാലത്താണ് ഈ ഫണ്ട് പിരിക്കുന്നത്. 2016 ഞാൻ പറഞ്ഞല്ലോ, 2016 ജനുവരിയിലാണ് ഈ ഫണ്ട് പിരിവ് നടക്കുന്നത്. 2016 തന്നെയാണ്, അല്ല 17 തന്നെയാണ് ഇത് കൊടുക്കുന്നത്. 2017 ഡിസംബർ മാസത്തിലാണ് TI മധുസൂദൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അതുവരെ എല്ലാം കൈകാര്യം ചെയ്ത് TI മധുസൂദനാണ്. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏരിയ സെക്രട്ടറിക്കാണ്. മധുവിന് തുടർച്ചയായിട്ട് പിന്നീട് KP മധു ഏരിയ സെക്രട്ടറിയായി വന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളിൽ KP മധുവിനും ഉത്തരവാദിത്വമുണ്ട്.